ഓക്കെ, നമ്മൾ കുറച്ച് വീഡിയോ ഇടാൻ ലേറ്റ് ആയിരുന്നു. 2 ദിവസം പറ്റിയില്ല, തിരക്കായിരുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. CSRFൻ്റെ ബാക്കിയുള്ള ലാബുകൾ പുറകെ അപ്ഡേറ്റ് ചെയ്തേക്കാം. പ്ലേലിസ്റ്റിൽ ഞാൻ കഴിഞ്ഞ ലാബിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതായത് നിങ്ങൾ ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ മിക്സഡ് ആയിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ CSRF ആണ് പറഞ്ഞതെങ്കിൽ ഇത് ഏകദേശം അതുപോലെ തന്നെയുള്ള വേറൊരു ടൈപ്പ് അറ്റാക്കാണ് CORS അറ്റാക്ക്, അതായത് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു അറ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു ക്രോസ് ഒറിജിൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ വെബ്സൂട്ടിൽ ചെയ്യുന്ന സമയത്ത്, അതായത് വെബ്സൂട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹോസ്റ്റ്, ഒറിജിൻ, കുറേ ഹെഡേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഒറിജിൻ ഹെഡേഴ്സിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എന്തായിരിക്കും, നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ URL അല്ലെങ്കിൽ ആ ഒരു ഏതാണ് ഡൊമൈൻ നെയിമിൻ്റെ ഒരു URL വരുന്നല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അറ്റാക്ക് വേറൊരു മലീഷ്യസ് ലിങ്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റെസ്പോൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മലീഷ്യസ് ലിങ്കിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റീഡയറക്റ്റ് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം CRS വൾനറബിലിറ്റി ഉണ്ടെന്നാണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്യൂ ഉള്ള വൾനറബിലിറ്റി ഉള്ള ഒരു വെബ്സൈറ്റിൽ നമുക്കിതുപോലെ ഈ ഒരു ക്രോസ് ഒറിജിൻ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിനെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ ഒരു റിക്വസ്റ്റിനെ ആ ഒറിജിൻ ഏരിയനെ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, അതിൽ ഞാൻ എക്സാമ്പിൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വെബ്സൂട്ടിൻ്റെ കാര്യം പോർഷൻ തന്നെയാണ്, അക്കാഡമി തന്നെയാണ്. കാരണം പോർച്ചുഗലിൻ്റെ അക്കാഡമി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, വേറെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല. എക്സ്ട്രാ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ഞാനത് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ വായിച്ചു തരാം. അതായത് എന്താണ് ക്രോസ് ഒറിജിൻ റിക്വസ്റ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. അതൊരു ബ്രൗസർ മെക്കാനിസം വിച്ച് ഇനേബിൾ കൺട്രോൾ ആക്സസ് ടു റിസോഴ്സസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് എ ഗീവൻ ഡൊമൈൻ. It extends and adds flexible to same origin policy SOP, അതായത് same origin policy. However, it's also provide potential for cross-domain attack. If a website CRS policy is portion configured and implemented, CRS is not a protection against cross-origin attack such as cross-site scripting, cross-site request forgery എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിവിടെ പറയുന്നത് അതൊരു ബ്രൗസർ മെക്കാനിസമാണ്. അതായത് ഈ റിക്വസ്റ്റ് ഒരു നമ്മൾ പല ഹെഡേഴ്സും വെബ്സൈറ്റിൽ റിക്വസ്റ്റ് ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചു തരാം. ഒരു റിക്വസ്റ്റിൽ ഈ ഒരു പേജിൻ്റെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ജസ്റ്റ് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പോർച്ചുഗലിൻ്റെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒരു റിക്വസ്റ്റ് കണ്ടോ. ഈ ഒരു റിക്വസ്റ്റിനകത്ത് കുറേ ഹെഡേഴ്സ് ഉണ്ടല്ലോ, ഹോസ്റ്റ്, അക്സെപ്റ്റ് എൻകോഡിങ്, അക്സെപ്റ്റ് ലാംഗ്വേജ്, യൂസർ ഏതെന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അകത്തൊരു ഏരിയ കൂടെ വരും, അതായത് ഒറിജിൻ എന്ന് പറയും. അതായത് ഒറിജിൻ എന്ന് പറയുന്ന ഏരിയ വരും. നോക്കാം ഇതിൽ ഒറിജിൻ്റെ റിക്വസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒറിജിൻ ഓക്കെ, ഇതിലില്ല. ജസ്റ്റ് നെക്സ്റ്റ് ഒരു ലാബും കൂടെ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ അക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഏരിയ കണ്ടില്ല, ഹെഡേഴ്സ് കണ്ടില്ല, ഇതിനകത്ത് തന്നെ ഒറിജിൻ എന്ന് പറഞ്ഞൊരു പോർഷനും കൂടെ വരും, ഒരു ഹെഡറും കൂടെ വരും. ആ ഒരു ഹെഡറിനകത്തായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ പോർച്ചുഗലാണെങ്കിൽ പോർച്ചുഗലിൻ്റെ ഒരു URL കാണും. ഇവിടെ കണ്ട റെഫറിനകത്തൊരു ഹെഡർ വന്നിട്ടില്ല, അത് ഒരു റിക്വസ്റ്റ് ഒരു ലിങ്ക് വന്നിട്ടില്ല. അതായത് നമ്മുടെ ഹോസ്റ്റ് നെയിം ഡൊമൈൻ നെയിം വെച്ചുകൊണ്ട് തന്നെയുള്ളൊരു ഒരു റീഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു പേജ് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ലിങ്ക് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഒറിജിനലും വരുന്നത് ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിൽ തന്നെ കിടപ്പുണ്ട് കണ്ടോ, ഒരു സെൻസിറ്റീവ് ഈ ഒരു റിക്വസ്റ്റിനകത്ത് കണ്ടോ
പോസ്റ്റ് ഓൺലൈൻ വെബ്സൈറ്റ്, അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഒറിജിനകത്ത് ഒരു വെബ്സൈറ്റ് കിടക്കുന്നുണ്ട്, ഒരു ലിങ്ക് URL. ഓക്കെ, ഈ ഒരു URL നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്കൊരു മലീഷ്യസ് ആ URL ചേഞ്ച് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ളൊരു മലീഷ്യസ് URL കൊടുക്കുകയാണെങ്കിൽ, അതിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് വളറബിൾ ആണ് കേട്ടോ, ഒരു വളറബിലിറ്റി ആണ്. അതിനെയാണ് നമ്മൾ ക്രോസ് ഒറിജിൻ ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിങ്, പേര് മാറിപ്പോയി ഇടയ്ക്കിടയ്ക്ക്, ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പം നമുക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റീഡയറക്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോകുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അതുപോലെ അത് ഓർത്താൽ മതി. ലൈവിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ നമ്മളൊരു ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു പേജിലോട്ട് പോകും. ഓക്കെ, അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പേജിലോട്ട് പോകും അല്ലേ? അപ്പം അങ്ങനെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയയിലോട്ടല്ലായിരിക്കും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനത് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ, വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഇവൻ ഇതുപോലുള്ള എന്തെങ്കിലും വെബ്സൈറ്റിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ചെയ്ത് വേറൊരു പേജിലോട്ട് അല്ലെങ്കിൽ വേറൊരു അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പേജിലോട്ട് കയറി പോകുന്ന, ആഡിലോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെയാണ് ആ ഒരു മോഡലിനെയാണ് നമ്മൾ CORS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ റിക്വസ്റ്റ് ഇതാണ്, ഈ ഒരു ഫോർമാഷൻ, ഈ ഒരു ഒറിജിനൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അക്സെപ്റ്റ്, അതായത് നമുക്കിതെങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഈ റെസ്പോൺസിനകത്ത് നോക്കിയാൽ മതി. അവിടെ ആക്സസ് കൺട്രോൾ അലോ ഒറിജിൻ എന്ന് പറഞ്ഞ ഏരിയ കാണും, ഒരു ഹെഡർ കാണും. ആ ഹെഡറിൻ്റെ അവിടെ നമ്മൾ എന്ത് ആണോ ഈ ഒറിജിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ URL, ആ URL ഇവിടെ കാണാനും പറ്റും. അതുപോലെ തന്നെ അതിന് താഴെ ഒരു ആക്സസ് കൺട്രോൾ അലോ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അവിടെ ട്രൂ എന്ന് പറഞ്ഞ് കിടക്കുവാണെങ്കിലും ഈ ഒരു അറ്റാക്ക് പോസിബിൾ ആണ് കേട്ടോ. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ലാബിലോട്ട് ഞാൻ കൊണ്ടുപോകാം. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ അതായത് ഈ ഒരു അറ്റാക്കിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെയിം ഒറിജിൻ പോളിസി, അതായത് SOP ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒറിജിൻ പോളിസി ചിലപ്പോൾ നമ്മൾ ഈ ഒരു പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഇത് ഒറിജിൻ ചേഞ്ച് ചെയ്ത് നമ്മുടെ URL ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ആ ഒരു റിജക്റ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറയാൻ നമ്മൾ ഈ പറഞ്ഞ SOP കൊടുത്തേക്കുന്നതുകൊണ്ടാണ്, അതായത് സെയിം ഒറിജിൻ പോളിസി കൊടുത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇവിടെ സെയിം ഒറിജിൻ പോളിസി ഈസ് എ റിസ്ട്രിക്റ്റീവ് cross origin specification that limit the ability for a website to interact with the resource outside of the source domain. സോഴ്സ് ഡൊമൈനിൻ്റെ വെളിയിലോട്ട് പോകുന്നതിനെ ലിമിറ്റ് ചെയ്യുന്നതിനാണ് കേട്ടോ സെയിം ഒറിജിൻ പോളിസി. ഈ ഒരു ഹെഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളിതുപോലെ ഈവൻ ഔട്ട്സൈഡ് ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ എടുക്കേണ്ട ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അവിടെ വരുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻസ്, അതായത് ലിമിറ്റേഷൻസ് കാണും അവിടെ. The same origin policy is defined many years ago is response of potentially malicious cross-domain interactions, such as one website stealing private data from another. It generally allows a domain to issue requests to other domains. ഓക്കെ, ഇതാണ് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ അല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് CORSൻ്റെ കുറച്ച് കാര്യങ്ങൾ. അത് ഈ ഹെഡേഴ്സ് അറിയണം. നമ്മളിപ്പോൾ കാണിച്ചു തരാം, ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. റെസ്പോൺസും ഇതേപോലെ തന്നെയായിരിക്കും റെസ്പോൺസും കാണിക്കണം കേട്ടോ. അത് ട്രൂ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചിലയിടത്ത് നമുക്ക് സ്റ്റാർ കാണാൻ പറ്റും, ഒരു സ്റ്റാർ സിമ്പിൾ കാണാൻ പറ്റും. ചിലയിടത്ത് ഫോൾസ് ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ, അലോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ലാബായിട്ട് ചെയ്ത് തരാം കേട്ടോ. പിന്നെ പ്രിവെൻഷൻ മെത്തേഡ്സുകളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഹൗ ടു പ്രിവെൻറ്റ് CORS ബേസ്ഡ് അറ്റാക്സ്, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് പ്രോപ്പർ കോൺഫിഗറേഷൻ ഓഫ് ക്രോസ് ഒറിജിൻ റിക്വസ്റ്റ്. ക്രോസ് ഒറിജിൻ റിക്വസ്റ്റിനെ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് അവിടെ തന്നെ കിടപ്പുണ്ട്, ഇഫ് ഈ വെബ് റിസോഴ്സസ് കണ്ടെയ്ൻസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, ദി ഒറിജിൻ ഷുഡ് ബി പ്രോപ്പർലി സ്പെസിഫൈഡ് ഇൻ
ആക്സസ് കൺട്രോൾ അലോ ഒറിജിൻ ഹെഡർ. ഓക്കെ, ഈ ഒരു ഹെഡറിനകത്ത് കോൺഫിഗർ ചെയ്തിരിക്കണം, അത് സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒറിജിൻ പ്രോപ്പർലി സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഓൺലി അലോ ട്രസ്റ്റഡ് വെബ്സൈറ്റ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെ അലോ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കുക, ഒരു ഇതാണ്. പിന്നെ അവോയ്ഡ് വൈറ്റ് ലിസണിങ്. ഓക്കെ, അവോയ്ഡ് വൈൽഡ് കാർഡ്സ് ഇൻ ഇൻറ്റേർണൽ നെറ്റ്വർക്ക്സ്. ഓക്കെ, ഇതുപോലുള്ള പോയിന്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. ജസ്റ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് മറ്റുള്ള ലാബുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം നെറ്റ്വർക്കിൻ്റെ കോൺസെപ്റ്റൊക്കെ അറിയാമെങ്കിൽ. അല്ലെങ്കിൽ റെസ്പോൺസും ഹെഡറൊക്കെ നമ്മൾ കണ്ട് കുറേ നാൾ, ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്കാണെങ്കിലേ ഉള്ളൂ മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മൾ പണ്ട് പോലെ നമ്മൾ ഫസ്റ്റ് ലാബുകൾ മുതൽ ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ എന്താണ് റെസ്പോൺസ് വരുന്ന ഹെഡേഴ്സ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിനകത്ത് വരുന്ന ഹെഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഹെഡേഴ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഹെഡേഴ്സ്, അതിൽ ഓരോ അറ്റാക്കുകൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഹെഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ലാബായിട്ട് കാണാം. ലാബിൻ്റെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ.